ഇന്നലെ വേദന കുറഞ്ഞു. ഇപ്പോൾ ഒരു 1.5 മാസത്തിന് ശേഷം നമ്മൾ വീണ്ടും സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ഇപ്പോൾ 1.5 മാസത്തിന് മുമ്പുള്ള ഇതിൽ ഒരുപാട് കല്ലുകളുണ്ട്. പിന്നെ കല്ലുകളും ഒത്തിരി വലിയ കല്ലുകളുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ പുതിയ സ്കാൻ പ്രകാരം ഒറ്റ കല്ലില്ല. നമ്മുടെ ശരീരത്തിൽ മുഴുവൻ ഉണ്ട് ഈ കാൽഷ്യം ഒക്കെ. പക്ഷെ ഇത് ഇങ്ങനെ അമിതമായിട്ട് കൂടുന്നതിനൊക്കെ ഒരു കാരണമായിട്ട് വരുന്നത് നമുക്കറിയാം. നമ്മൾ പലപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് ഭക്ഷണം ദഹിപ്പിക്കാനായിട്ട് നമുക്ക് ആവശ്യമാണ് ഉമിനീര് നമുക്ക് ഉൽപ്പാദിപ്പിക്കുന്നത് ഇവിടെയുള്ള 1-2 ഗ്രന്ഥികളിലൂടെയാണ്. അതിനാണ് പൈറോട്ടിക് ഗ്ലാൻഡ് എന്നൊക്കെ പറയുന്നത്. പലപ്പോഴും ഈ ഗ്ലാൻഡുകളുടെ ഉള്ളിൽ കല്ലുകൾ ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം ഇറക്കാനോ അല്ലെങ്കിൽ ആ ഭാഗത്ത് കഴുത്ത് തിരിക്കാനോ ഒക്കെ ബുദ്ധിമുട്ട് വരും. ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള അവസ്ഥ. ശരീരം അവിടെ ആ ഭാഗം നീര് വെച്ച് വീർക്കുകയൊക്കെ ചെയ്യും. പലപ്പോഴും ഇതിന് സർജറി മാത്രമാണ് ഒരു പരിഹാരമായിട്ട് പൊതുവെ മോഡേൺ മെഡിസിനിലൊക്കെ പറയുക. പക്ഷെ നമുക്ക് ആയുർവേദ ചികിത്സ കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് അതിന് വലിയൊരു സിഗ്നിഫിക്കൻറ്റ് കുറവ് നമുക്ക് നൽകാനായിട്ട് സാധിക്കുന്നതാണ്. അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു മാറ്റം വന്നിട്ട് ഒരു വ്യക്തിയുടെ ടെസ്റ്റിമോണിയിലാണ് നമ്മളിപ്പോൾ കേൾക്കാനായിട്ട് പോകുന്നത്. ഞാൻ ഡോക്ടർ അനുമോദ് കാക്കശ്ശേരി, മരിയൻ ആയുർവേദ, തൃശ്ശൂർ. പേരെന്തായിരുന്നു? അബ്ദുൾ ലത്തീഫ്. വീട് ഇവിടെ പുത്തനത്താണ് അല്ലേ? എന്ത് ബുദ്ധിമുട്ടായിരുന്നു നമ്മുടെ ഹോസ്പിറ്റലിലേക്ക്? ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ഉമിനീർ ഗ്രന്ഥി ഭയങ്കര വേദന, മുഴ മോഡലുണ്ട്. ഉമിനീർ ഗ്രന്ഥിയില് വേദന, ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അത് എരുമ്പുള്ളിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ വീർത്ത് കഴിഞ്ഞാൽ നല്ല വേദന ഉണ്ടാവും. തൊണ്ടിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇറങ്ങും. പിന്നെ ബ്രഷ് ചെയ്യാനൊക്കെ വലിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾ തിരിയാനൊക്കെ വലിയ പ്രയാസം. നമ്മളിപ്പോ എത്ര നാളായി മരുന്ന് കഴിക്കുന്നത്? 1.5 മാസം. അത് ഫസ്റ്റ് 15 ദിവസം കഴിച്ചു. അപ്പൊ തന്നെ ഏകദേശം വേദന മാറി. പിന്നെ സാറ് 1 മാസം കഴിച്ചിട്ട് സ്കാനിങ് എടുത്ത് വരാൻ പറഞ്ഞപ്പോൾ അവരൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ ആദ്യത്തെ 15 ദിവസം കൊണ്ട് തന്നെ വേദന 15 ദിവസം എടുത്ത വേദന കുറയാനാണ്. ഒരാഴ്ച കൊണ്ട് അന്ന് 3 ടൈമായിട്ട് മരുന്ന് കഴിച്ചു. രാവിലെ ഉച്ചക്ക് പിന്നുള്ളത് 2 തവണ ആയിട്ട്, രാവിലെയും മാത്രമേ. ഒരാഴ്ചക്ക് മതി വേദന കുറയാൻ, അത്ര തന്നെ വരാറുള്ളൂ. ആ കല്ല് അലിഞ്ഞു പോയി ശരിക്കും പറഞ്ഞപ്പോൾ. നമ്മളിപ്പോ സ്കാൻ നോക്കി, ഇപ്പോൾ 1.5 മാസത്തിന് മുമ്പുള്ള ഇതില് ഒരുപാട് കല്ലുകളുണ്ട്. പിന്നെ കല്ലുകളും ഒത്തിരി വലിയ കല്ലുകളുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ പുതിയ സ്കാൻ പ്രകാരം ഒറ്റ കല്ലില്ല, എല്ലാ കല്ലും പോയിട്ടുണ്ട്. അപ്പം ഇനി അപ്പൊ അങ്ങനെ ഇപ്പൊ വേദന ഒന്നുമില്ലല്ലോ? ചെറുങ്ങനെ തണുപ്പുമുള്ളൂ. അല്ല, സ്കാൻ പ്രകാരം ഒന്നുമില്ല. കല്ലൊക്കെ എല്ലാം ഒറ്റ കല്ലില്ല എന്ന് തന്നെയാണ് സ്കാനിൽ വന്നിരിക്കുന്നത് കേട്ടോ. ഇത് സർജറിക്ക് എത്രയാ പറഞ്ഞത്? 1.20 റൂം അടക്കം 1.20 വരും എന്ന് പറഞ്ഞതായിരുന്നു അല്ലെ? ഇതിപ്പോ നമ്മള് ചെറിയ 10,000-2,000 രൂപയുടെ കഴിഞ്ഞു. ഭക്ഷണത്തിൽ നിയന്ത്രണം, രോഗം മാറ്റേണ്ട. അതെ, ഭക്ഷണ നിയന്ത്രണം തന്നെയല്ലേ ഏറ്റവും പ്രധാനപ്പെട്ടത് വരുന്നത്. ഭക്ഷണം നിയന്ത്രിക്കണം. പിന്നെ ഇത്രേ ഉള്ളൂ, ഈ മരുന്ന് ഇടുക, പിന്നെ കുഞ്ഞു മരുന്ന് കഴിക്കുക. അത്ര പെട്ടെന്ന് അലിയുന്നതാണ് ഈ പൈറോട്ടിക് ഗ്ലാൻഡ് കാൽസിഫിക്കേഷൻ എന്നൊക്കെ പറയുന്നത്. അത്ര പെട്ടെന്ന് ഭയങ്കര സ്പീഡാണ്. ഈ കല്ല് പോലെ കട്ടിയിലുണ്ടായിരുന്നൊക്കെ 2 ദിവസം കൊണ്ട് പഞ്ഞി പോലെയാവും, സോഫ്റ്റ് ആവും, അങ്ങനെ അരിഞ്ഞു പോകും. അത്രേ ഉള്ളൂ. അപ്പോൾ ഒത്തിരി സന്തോഷം. താങ്ക് യു. അപ്പം ഈ ഒരു ടെസ്റ്റിമോണിയിൽ പ്രകാരം നമുക്ക് ഈ വ്യക്തിയുടെ, ഈ രോഗി നമ്മുടെ അടുത്ത് വരുമ്പോൾ സ്കാനിങ് പ്രകാരം അദ്ദേഹത്തിന്റെ പൈറോട്ടിക് ഗ്ലാൻഡിൽ കുറച്ചധികം കാൽസിഫിക്കേഷൻസ് ഉണ്ട്. അതായത് കല്ലുകൾ ഉണ്ടായിരുന്നു ഗ്ലാൻഡിന്റെ ഉള്ളിൽ. അതുപോലെ തന്നെ ഡക്റ്റിന്റെ ഉള്ളിൽ, ഇയാളുടെ USG റിപ്പോർട്ട് പ്രകാരം ഡക്റ്റിന്റെ ഉള്ളിലും 2.8 mm ഉള്ള കല്ലുണ്ട്. ഈ വ്യക്തിയാണ് നമ്മളിപ്പോൾ ആൾ പറഞ്ഞു. അവർ വന്നു, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇന്നലെ വേദന കുറഞ്ഞു. ഇപ്പോൾ ഒരു 1.5 മാസത്തിന് ശേഷം നമ്മൾ വീണ്ടും സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ നോ കാൽക്കുലേ, എവിടെയില്ല, ഗ്ലാൻഡിന്റെ ഉള്ളിലും ഇല്ല, ഡക്റ്റിലും ഇല്ല, കാൽക്കുലേ ഇല്ല എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ആളുടെ ഒരു ടെസ്റ്റ് മോഡൽ കേൾക്കുമ്പോൾ നമുക്ക് അറിയാം ഈ വ്യക്തിയിൽ നമ്മൾ ഈ ഒരു രോഗം മാറ്റാനായിട്ട് നമ്മൾ ശ്രമിച്ചത് ഭക്ഷണക്രമം വലിയൊരു പ്രാധാന്യം ഇതിൽ റോള് വഹിച്ചിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ട് അസിഡിറ്റി വരുമ്പോഴാണ് ശരീരത്തിൽ കല്ലുകൾ ഫോം ആവുന്നത്. അപ്പോൾ നമ്മൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത്തരത്തിൽ കല്ലുകളുള്ളവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭയങ്കരമായി അസിഡിറ്റി ഉണ്ടാക്കുന്ന ചായ, കോഫി പോലുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ എരിവ്, പുളിപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കാൽഷ്യം ഫോം ആവും. കാൽഷ്യത്തിന്റെ നമ്മുടെ ശരീരത്തിൽ മുഴുവൻ ഉണ്ട് ഈ കാൽഷ്യം ഒക്കെ. പക്ഷെ ഇത് ഇങ്ങനെ അമിതമായിട്ട് കൂടുന്നതിനൊക്കെ ഒരു കാരണമായിട്ട് വരുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ പുളിരസമൊക്കെയാണ്. അപ്പോൾ പുളിരസം, എരിവ്, ഉപ്പ്, ഈ രസങ്ങൾ ഗണ്യമായിട്ട് കുറയ്ക്കുക. സമയത്തിന് ഭക്ഷണം കഴിക്കുക, സമയത്തിന് ഉറങ്ങുക എന്നുള്ളതൊക്കെ ഈ ഒരു ചികിത്സയിൽ വളരെയധികം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഈ വ്യക്തി നമുക്കറിയാം ഭക്ഷണത്തിൽ ഭയങ്കരമായ പ്രാധാന്യം നമ്മൾ പറഞ്ഞു, ഡോക്ടർ എന്തോ പറഞ്ഞു, അതേപോലെ തന്നെ കൃത്യമായിട്ട് ഭക്ഷണം അത് കീപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒപ്പം ഭക്ഷണത്തിൻ്റെ ഒപ്പം മരുന്ന് കൂടി വരുമ്പോഴാണ്
ഇത്തരത്തിലുള്ള വലിയ മാറ്റങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയും ലക്ഷങ്ങൾ വേണ്ടി വരുന്ന സർജറി അല്ലെങ്കിൽ വേണ്ടി വരുന്ന ഈ ഒരു രോഗത്തെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മരുന്ന് കൊണ്ട് നമുക്ക് അലിയിച്ച് മാറ്റാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഒക്കെ, നമ്മുടെ ബന്ധത്തിലോ പരിചയത്തിലോ ആർക്കെങ്കിലും ഒക്കെ ഈ ഉമിനീർ ഗ്രന്ഥിയിൽ കല്ലുകൾ ഉണ്ടെങ്കിൽ, അതിനുവേണ്ടി സർജറിക്കൊക്കെ ഒരുങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഈ ഒരു വീഡിയോ നമുക്ക് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. വീണ്ടും മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.